RR അല്ലെ DR നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ വീടുകളിൽ കയ്യാലകെട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഒരു RR അല്ലെ DR നമ്മൾ അടങ്കൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ പലരും പറയാറുണ്ട് 33 രൂപ ഒരു കുമിക്കടിക്ക്, അല്ല ഒരു MQവിൻ്റെ റേറ്റ്. അങ്ങനെ റേറ്റിന് നമ്മളിങ്ങനെ റേറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇവർ വന്ന് അളന്നിട്ട് നമുക്കൊരു തുക പറയുവാണ് ഇന്ന തുകയായെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഈ DR അല്ലെ RR നമുക്ക് അളന്ന് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് പഠിക്കാം. പലപ്പോഴും ഇങ്ങനത്തുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അവിടെ ഒരു എഞ്ചിനീയറിൻ്റെ സാന്നിധ്യം, നിങ്ങളുടെ വീട്ടിൽ പരിസരത്ത് ഒരു ചെറിയൊരു കയ്യാലുണ്ട്, അവിടെ ഒരു എഞ്ചിനീയറെ ആരും വിളിക്കാറില്ല സ്വാഭാവികമായിട്ട് അളക്കാനായിട്ട്. അപ്പോൾ ഈ ചെറിയ കാര്യം വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃത്യമായ രീതിയിൽ അളക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മീറ്ററിലാണ് അളവെടുക്കുന്നതെങ്കിൽ അത് M³ എന്നുള്ള ഒരു വോളിയമാണ് കിട്ടും. വോളിയത്തിലാണ് ഇത് അളക്കുന്നത്, അപ്പോൾ വോളിയമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫീറ്റിലാണ് അടക്കുന്നതെങ്കിൽ അത് ക്യൂബിക് ഫീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരു അടിക്കണക്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് അളവെടുക്കുന്നത് പറയാം. 5 അടി കെട്ടുണ്ടെങ്കിൽ 5 അടി കെട്ടിൻ്റെ ഫൗണ്ടേഷനെ കൂട്ടി 6 അടി, ആ ഒരടി ഫൗണ്ടേഷനോട് കൊടുത്തിട്ടുണ്ട്. 6 അടി ഡെപ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 അടി ഹൈറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിത് ടേപ്പിലെടുക്കുന്നു 2 അടി. അതിനുശേഷം ഇതിൻ്റെ ലാറ്ററലായിട്ടുള്ള ലെങ്ത് എത്ര നീളത്തിലെടുക്കും, അതും എത്ര അടിക്കണക്കിൽ എടുക്കുന്നു. അതിനെ നീളം ഗുണം ഹൈറ്റ് ഗുണം വീതി, അതായത് എത്ര അടിയിൽ എടുക്കുമ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത് അത്രയും കുമിക്കടിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കെട്ടുള്ളത്. അതിനെ റേറ്റ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് അത് നമ്മൾ അദ്ദേഹത്തിന് പേ ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കെട്ടാനായിട്ട് നമുക്ക് എത്ര ലോഡ് കല്ല് വേണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എത്ര കുമിക്കടി കല്ലാണോ നമ്മൾ ഇപ്പോൾ അളന്നപ്പോൾ കിട്ടിയത്, എത്ര കുമിക്കടി കല്ലുണ്ടെന്നാണോ കിട്ടിയത്, നമുക്കത് മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ കിട്ടിയത് അതേ ഡിവൈഡഡ് ബൈ 100 കൊടുത്തു കഴിയുമ്പോൾ, അതായത് ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ 150 അടിയാണ്. 150 അടി കല്ല് നമ്മൾ അടിച്ച് ഇതുപോലെ ഷേപ്പാക്കി കെട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ശരാശരി ഒരു 100 അടി കല്ലേ നമുക്ക് കെട്ടി എഫക്റ്റീവ് കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ വോളിയത്തിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത്രയും ലോഡ് കല്ലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോഡ് കല്ലാണ് വേണ്ടത്, അതിൻ്റെ വില, പിന്നെ അതുപോലെ തന്നെ എത്ര വോളിയം ഉണ്ടോ അത് ഇൻറ്റു റേറ്റ്, ഇത്രയും രൂപയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു വർക്ക് നടക്കാൻ ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന തുക.